ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ തങ്ങളുടെ പരീക്ഷകൾക്കും ഭാവിക്കും വേണ്ടി രാപ്പകൽ പഠിച്ച് അധ്വാനിക്കുമ്പോൾ അമേരിക്കയിൽ നിന്ന് ഒരാൾ ഡൽഹിയിലേക്ക് വിമാനം കയറുകയാണ്. പേര് അഭിജിത്ത് ദിബ്കെ. എന്തിനാണെന്നോ, ഇന്ത്യയുടെ തെരുവുകളിൽ വലിയൊരു പ്രതിഷേധ നാടകം കളിക്കാൻ. അമേരിക്കയിൽ സുഖമായി ജീവിക്കുന്ന ഒരു NRI ആക്ടിവിസ്റ്റിന് പെട്ടെന്ന് ഇന്ത്യയിലെ വിദ്യാർത്ഥികളോട് ഇത്ര സ്നേഹം വരാൻ കാരണം എന്താണ്? ഇന്ത്യയിലേക്ക് ഈ വിദേശ നാടകം ഇറക്കുമതി ചെയ്യുന്നതിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? ജൂൺ 6-ന് ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ഒരു വലിയ പ്രകടനം സംഘടിപ്പിക്കാൻ പോവുകയാണ് ഇവർ. സമൂഹ മാധ്യമങ്ങളിൽ വെറും മീമുകളും തമാശകളും ഉണ്ടാക്കി നടന്ന കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ പാറ്റ പാർട്ടിയാണ് ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങുന്നത്. നീറ്റ്, CBSE, CUET, SSC എന്നീ പരീക്ഷകളിലെ പ്രശ്നങ്ങൾ കാരണം 1 കോടിയിലധികം വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാണെന്നും അതിനാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നതുമാണ് ഇവരുടെ ആവശ്യം. ഇതിനായി 8 ലക്ഷം പേർ ഒപ്പിട്ടിട്ടുണ്ടെന്നും വിമാനത്താവളത്തിൽ നിന്ന് നേരെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ പോയി ജന്തർ മന്ദറിലെ സമരത്തിന് അനുമതി വാങ്ങുമെന്നുമാണ് അഭിജിത്ത് ദിബ്കെ വീഡിയോയിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സത്യത്തിൽ വിദ്യാർത്ഥികളെ രക്ഷിക്കാനല്ല ഇവർ വരുന്നത്, മറിച്ച് വിദേശ രാജ്യങ്ങളിലെ സമര രീതികൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത് ഇവിടെ വലിയൊരു അരാജകത്വം സൃഷ്ടിക്കാനാണ്. ഇതൊരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി സമരമല്ല, മറിച്ച് അരാജകത്വത്തിന്റെ പാറ്റകൾ ഉണ്ടാക്കുന്ന വെറും ശബ്ദകോലാഹലം മാത്രമാണ്. ഇതിനു പിന്നിലെ യഥാർത്ഥ കളി എന്താണെന്ന് സാധാരണക്കാരായിട്ടുള്ള നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ആം ആദ്മി പാർട്ടിയുമായും മറ്റു പ്രതിപക്ഷ പാർട്ടികളുമായിട്ടും ഒക്കെ ബന്ധമുള്ള ആളുകൾ തെരഞ്ഞെടുപ്പ് കാലത്ത് മോദി സർക്കാരിനെതിരെ പ്ലാൻ ചെയ്ത ഒരു വലിയ രാഷ്ട്രീയ നാടകം മാത്രമാണിത്. ഒരു ചെറിയ പ്രശ്നത്തെ ഊതി വീർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ തീയാക്കി മാറ്റി. കഴിഞ്ഞ 10 വർഷം കൊണ്ട് മോദി സർക്കാർ ഇന്ത്യയിൽ ആയിരക്കണക്കിന് പുതിയ കോളേജുകൾ ഉണ്ടാക്കി, പാവപ്പെട്ട ലക്ഷക്കണക്കിന് കുട്ടികൾ സ്കോളർഷിപ്പ് നൽകി. ഇപ്പോൾ പരീക്ഷാ തട്ടിപ്പ് നടത്തുന്ന മാഫിയകളെ പിടിക്കാൻ ശക്തമായിട്ടുള്ള നിയമങ്ങളും കൊണ്ടുവരുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും ഈ അമേരിക്കൻ ബുദ്ധിജീവികൾക്ക് ഒരക്ഷരം മിണ്ടാനില്ല. ഇവരുടെ യഥാർത്ഥ അജണ്ട നമ്മൾ നേരത്തെ ഇവരുടെ മാനിഫെസ്റ്റോയിലൂടെ തന്നെ കണ്ടതാണ്. ജഡ്ജിമാർക്ക് തെരഞ്ഞെടുപ്പിൽ വിലക്ക് ഏർപ്പെടുത്തുക, ഒരാളുടെ വോട്ട് ഡിലീറ്റ് ചെയ്താൽ അത് കോടതി വഴിയൊന്നും പരിശോധിക്കാതെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ UAPA ചുമത്തി അറസ്റ്റ് ചെയ്യുക, അംബാനിയുടെയും അദാനിയുടെയും മാധ്യമങ്ങൾക്ക് ലൈസൻസ് റദ്ദാക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ഒരു ഫാസിസ്റ്റ് മുഖമുണ്ടല്ലോ, അത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇതാണ് യഥാർത്ഥ സിവിലൈസേഷൻ ജിഹാദ്. ജനാധിപത്യം നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന അവകാശം ഉപയോഗിച്ച് ഇന്ത്യയിലെ ജനാധിപത്യത്തെയും വ്യവസ്ഥിതികളെയും ഉള്ളിൽ നിന്ന് തന്നെ കാറും തിന്നുന്ന ഒരു രീതിയാണിത്. ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ എങ്ങനെ സമരം ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ ഒരു NRI ആക്ടിവിസ്റ്റ് എന്തിനാണ് അമേരിക്കയിൽ നിന്ന് കൂടും കുടുക്കി എടുത്തു വരുന്നത്? ഇത് വിദ്യാർത്ഥികളോടുള്ള സ്നേഹമൊന്നുമല്ല. ജന്തർ മന്ദിറിൽ വലിയൊരു ബഹളമുണ്ടാക്കി വിദേശ മാധ്യമങ്ങളിൽ ഇന്ത്യക്കും മോദി സർക്കാരിനുമെതിരെ വാർത്തകൾ സൃഷ്ടിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമമാണ്. ഇന്ത്യയുടെ സമാധാനം കെടുത്താൻ വിദേശ ഏജൻസികൾ ഫണ്ട് ചെയ്ത് തയ്യാറാക്കിയ ഒരു പ്ലഗ് ആൻഡ് പ്ലേ ടൂൾ കിറ്റ്. പാകിസ്ഥാനിൽ ഉൾപ്പെടെ ഇവരുടെ ഫ്രാഞ്ചൈസികൾ വളരെ വേഗം കോപ്പി അടിക്കപ്പെട്ടതൊക്കെ ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇതൊരു ആസൂത്രിത അരാജകത്വം മാത്രമാണ്. എന്നാൽ ഈ നാടകം കണ്ട് ഭയക്കാൻ ഇത് പഴയ ഇന്ത്യ അല്ല. ഈ ഇറക്കുമതി ചെയ്ത അരാജകത്വത്തെ നേരിടാൻ കേന്ദ്ര സർക്കാർ ഇതിനോടകം തന്നെ കച്ചമുറുക്കി കഴിഞ്ഞു. തെറ്റുകൾ തിരുത്താനും കുറ്റവാളികളെ പിടിച്ച് ജയിലിലടയ്ക്കാനും രാജ്യത്തെ ഓരോ വിദ്യാർത്ഥിയുടെയും ഭാവി സുരക്ഷിതമാക്കാനും മോദി സർക്കാരിന് കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ട്. യഥാർത്ഥ ദേശസ്നേഹികൾ രാജ്യത്തിലെ സിസ്റ്റം നന്നാക്കാനും രാഷ്ട്രം കെട്ടിപ്പടുക്കാനുമാണ് ശ്രമിക്കുക. അല്ലാതെ തെരുവുകളിൽ നാടകമുണ്ടാക്കി സിസ്റ്റത്തിന് തന്നെ മൊത്തത്തിൽ ഇല്ലാതാക്കാനല്ല ശ്രമിക്കുക. ഈ സമരം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതല്ല, ഇന്ത്യയുടെ വളർച്ചയെ തകർക്കാൻ വേണ്ടിയുള്ളതാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കേന്ദ്ര സർക്കാർ ഇതിനെ ശക്തമായി തന്നെ നേരിടും. രാജ്യവും സർക്കാരും എപ്പോഴും വിദ്യാർത്ഥികൾക്ക് പോകുന്നുണ്ട്. ഈ അരാജകത്വത്തിന്റെ പാറ്റകൾ അധികം വൈകാതെ തന്നെ ഇരുട്ടിലേക്ക് ഓടി ഒളിക്കും. ന്യൂസ് ഡെസ്ക്.